ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റർടൈൻമെന്റ് കിഴി എപ്പിസോഡാണ്. ഒരുപാട് അപ്ഡേറ്റ്സുകൾ ഉണ്ട്. എല്ലാം കിഴിക്കാത്തതുകൊണ്ട് കീഴിലേക്ക് പോവാം. ഇനി അങ്ങോട്ട് എൻ്റെ പൂണ്ടുകളായിട്ട് കയ്യില് സത്യം തുടങ്ങാം. പറച്ചില് മാത്രമല്ല, പ്രവൃത്തിയിലുണ്ട്. അങ്ങനെ വെറും വാക്കും അറിയില്ല അറിഞ്ഞൂടെ? ഓക്കെ, ഫസ്റ്റ് കീഴി അമരൻ SK21 ശിവകാർത്തികേയന്റെ 21ാമത്തെ സിനിമ അമരൻ. അമരൻ സിനിമയുടെ പുതിയൊരു പോസ്റ്റർ, ആളുടെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് വന്ന പോസ്റ്ററാണ്. കാണാം. ഫുള്ള് യൂണിഫോം, അടിപൊളിയായിട്ടുള്ള. ഡൗട്ട് ഇപ്പോഴും ആളുടെ ഡയലോഗ് ഡെലിവറി എങ്ങനെ ഉണ്ടാവും? അത് പറയാൻ പറ്റില്ല. ടൈറ്റിൽ ടീസർ കണ്ടില്ലേ? ഒന്നും പറയാൻ പറ്റില്ല. അതിൽ ബെറ്റർ ആണ്, എന്നാൽ കയ്യിൽ നിന്ന് പോവോ എന്നുള്ള ഒരു സാധ്യത അതിലുണ്ട് കേട്ടോ. ശരിയാണ്. ഓക്കെ, അടുത്ത കിഴി. വാവ് വാവ് വാവ്, ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം, ഗോഡ്. നമ്മുടെ ദളപതി വിജയ് നായകനാകുന്ന സിനിമയാണ്. വെങ്കട് പ്രഭുവാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആൾ രണ്ട് ലുക്കിലാണല്ലോ. ഇതിലൊരു കഥാപാത്രം വില്ലനായി, അങ്ങനെ ഒരു കഥാപാത്രം ഇതിൽ ആൻറ്റഗോണിസ്റ്റ് ആയിട്ട് വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. അത് പൊളിച്ചിട്ടോ. പിന്നെ സിനിമ ഇപ്പോൾ ഷൂട്ട് നടക്കുന്നത് ചെന്നൈയിലാണ്. പേരൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഷൂട്ട് നടക്കുന്നത്. ഓക്കെ. അടുത്തത് മലൈക്കോട്ടെ വാലിബൻ. ഓക്കെ, സിനിമയുടെ OTT റിലീസ് ഫെബ്രുവരി 23 ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാർ. ഓക്കെ, അപ്പോൾ മാർച്ച് ഫസ്റ്റ് വീക്ക് എന്നൊക്കെ ആയിരുന്നു ആദ്യം പറഞ്ഞത് കേട്ടോ. നേരത്തെയാക്കി. ഇനിയിപ്പോ നിന്നിട്ട് കാര്യമില്ലല്ലോ അല്ലേ? അല്ല, എന്തിനാ ഇതിപ്പോ സൂക്ഷിച്ചു വെക്കുന്നത്? അതെ അല്ലേ? അല്ല, ഈ മലയാളം വേർഷൻ അല്ലാത്ത ഡബ്ഡ് വേർഷൻസ് ഒക്കെ അല്ലേ, അതൊന്നും ഇറക്കിയിട്ടില്ലല്ലോ. അതൊക്കെ OTT വരുമായിരിക്കും. OTT റിലീസ് ചെയ്യുമ്പോൾ വരുമായിരിക്കും. തിയേറ്ററിൽ എന്തായാലും ഇറക്കാൻ പറ്റിയില്ല. ഓക്കെ, അടുത്ത കിഴി D50, അതായത് രായനായിരിക്കുമെന്നുള്ളതാണ് കേട്ടിരുന്നത് കേട്ടോ. ഒഫീഷ്യലായിട്ട് നമുക്കത് അറിയാം എന്ന്. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരുന്നുണ്ട്. ഫസ്റ്റ് ലുക്കിൽ ഉണ്ടാവും 19-ാം തീയതി ഒഫീഷ്യലി. ഉണ്ടാവും. ഒരിക്കലും വിശ്വസിക്കണ്ട കേട്ടോ. STR 48 പേര് വന്നില്ല, അത്രേ ഉള്ളൂ. നമ്പാൻ പറ്റൂല. അതിന്റെ വർക്കായിരുന്നു. ഇത് സിനിമ കഴിഞ്ഞല്ലോ, ഷൂട്ടൊക്കെ കഴിഞ്ഞല്ലോ. നമ്മുടെ ധനുഷാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. ആളുടെ 50ാമത്തെ സിനിമയുടെ പേര് രായൻ എന്നായിരിക്കും എന്നുള്ളത് എന്തായാലും നമുക്ക് അന്ന് അറിയാൻ പറ്റും. 19-ാം തീയതി ഇതിന്റെ ഫസ്റ്റ് ലുക്ക് വരും. അതിന്റെ ഒരു അനൗൺസ്മെന്റ് പോസ്റ്റർ ഉണ്ട്. ഇതേ മട്ടയൊക്കെ അടിച്ചിട്ട് ഭയങ്കര കോൺഫിഡൻസാ, ഉറപ്പാ. മറ്റേത് വർക്ക് ചെയ്തായിരുന്നു, അതായത് STR 48 വർക്ക് ചെയ്ത്, അതായത് അതിന് ഫോട്ടോഷൂട്ട് പോലും ശരിയായ രീതി നടത്തിയില്ല. വർക്ക് ചെയ്ത് ഫുള്ള് വർക്കായിരുന്നു. ഇത് സിനിമ ഷൂട്ട് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് ലുക്ക് വരുമ്പോൾ ഉറപ്പായിട്ടുണ്ടാവും. എന്നാലും ടൈറ്റിൽ അനൗൺസ് ചെയ്യുമ്പോൾ ഒരു ഗംഭീര അനൗൺസ്മെന്റ് ആയിരിക്കുമല്ലോ വരേണ്ടത്. ആ ഗംഭീര അനൗൺസ്മെന്റ് ആണ് 19. ഓക്കെ, ശരി. അടുത്തത് ഞാൻ പറയുന്നു ടർബോ. ഓ മൈ ഗോഡ്, സിനിമയുടെ ലൊക്കേഷൻ സ്റ്റീലില് കാണാം. മമ്മൂട്ടിയുടെ ചിരിക്കുന്നുണ്ട്. ജോസേട്ടൻ ഒരു വരവുണ്ട്. സിനിമയുടെ മമ്മൂട്ടിയുടെ പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നലെ ബിരിയാണിയൊക്കെ എല്ലാവർക്കും വിളമ്പി എന്നാണ് അറിയാൻ കഴിഞ്ഞ രഹസ്യങ്ങൾ കേട്ടോ. ഇന്നൊരു രസമുണ്ട് കേട്ടോ. എന്താടാ? ഇന്ന് മമ്മൂക്കയുടെ പൂർവ്വ വിദ്യാർത്ഥി സംഘമാണ്. കേട്ടായിരുന്നു. ഇന്ന് മമ്മൂക്കന്റെ ചെറുപ്പക്കാരനായിട്ട് എല്ലാവർക്കും കാണാൻ പറ്റും. ആള് മറ്റുള്ളവരൊക്കെ വരും. വയസ്സ് എത്ര 72 ഏതാണ്ട് ആ ഒരു സറൗണ്ടിങ്സ് നിൽക്കുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും. അപ്പോൾ ഓരോരുത്തർ കൊച്ചുമക്കളെയും മക്കളുടെ മക്കളെയും ഒക്കെ കൊണ്ടുവരുമ്പോൾ മമ്മൂക്കൊരു വരവുണ്ടോ, മഞ്ഞ ഷൂ, 35 വയസ്സുകാരൻ ഫുള്ള് ഫ്രീക്കില്. ഇതിന് മുന്നേ ഇവരുടെ ഇത് നടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ആ സമയത്ത് മമ്മൂക്കേന്റെ ഒപ്പമുള്ള ആൾക്കാരെ കണ്ടിട്ട് അല്ലേ, നമുക്ക് എന്താ അറിയോ, ഒരു മുണ്ട് അങ്ങനെട്ട് വരുള്ളൂ. പ്രിന്റ് ഷർട്ടൊക്കെ ഒഴിവാക്കും. അത് ഉറപ്പല്ലേ. അത് കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ ഇത് നടന്നപ്പോൾ അങ്ങനെയായിരുന്നു. സാധാ ഒരു വൈറ്റ് ഷർട്ടും വൈറ്റ് മുണ്ടും നോർമൽ ഒരു വരെ, എന്നിട്ട് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അടുത്ത കിഴി എംപുര. ആരുടെ പൂന്തുവിളയാട്ടാണ് ഇവിടെ കാണുന്നത്? മനസ്സിലത് ഓർത്തത്. എന്റെ പൂണ്ട് വിളയാട്ടമാകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്
ഇതിപ്പോ നേരെ തിരിഞ്ഞല്ലോ. എമ്പുരാൻ കോയിൻ ചതിച്ചതാ. എമ്പുരാൻ സിനിമയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, അതായത് ഇതിന്റെ 3rd ഷെഡ്യൂൾ 27-ാം തീയതി USA തുടങ്ങും. പിന്നെ 4ാമത്തതിന്റെ ഷെഡ്യൂള് ചെന്നൈയിലാട്ടോ. ഓക്കെ. പിന്നെ ഈ USA ഷെഡ്യൂളിൽ നടന്നോ, ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളൂ. എമ്പുരാൻ സിനിമയുടെ 3rd ഷെഡ്യൂളിന്റെ ഒരു ദിവസത്തെ ഷൂട്ടിന് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രജിത്ത് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞിരുന്നു. അപ്പോൾ അതും ഈ 3rd ഷെഡ്യൂളിന്റെ ഭാഗം തന്നെയല്ലേ? അത് 27-ാം തീയതിയാണ്. വേറൊരു കാര്യം കൂടി, അത് എന്തായാലും നിനക്കറിയാത്തൊരു കാര്യം കൂടി വേറൊരു കാര്യം കൂടി ഇന്ദ്രജിത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ ഇതുവരെ ചെയ്തു വെച്ച കുറച്ച് ഭാഗങ്ങള് ഇന്ദ്രജിത്ത് കണ്ടു. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒന്നുമല്ല എന്നാണ് ആള് പറഞ്ഞിട്ടുള്ളത്. ഇത് ശരിക്കും വേറെ ലെവലിൽ ഇരുന്ന് പറയാനുള്ളൊരു ആഗ്രഹമുണ്ട്. പക്ഷെ പേടിയാ, നമ്മുടെ നെഞ്ചത്ത് കയറല്ലോ. ഇനി നിങ്ങൾ ഇപ്പൊ ഇത് ഇന്ദ്രജിത്ത് പറഞ്ഞാന്ന് നമ്മൾ പറഞ്ഞു, എന്നാലും പറയും ഇത് നിങ്ങളായിട്ട് കൂട്ടി ഹൈപ്പ് ഉണ്ടാകും. നമ്മളായിട്ടല്ല കേട്ടോ, ഇന്ദ്രജിത്ത് പറഞ്ഞ കാര്യമാണ്. കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്ത് കണ്ടിട്ട് ഹൈപ്പ് കൊടുത്തോണ്ടല്ല സിനിമ പൊട്ടുന്നതിന് ഒന്നാം തെളിവാണ്. അടുത്തത് ബഡേ മിയാൻ ചോട്ടേ മിയാൻ. ഓഹോ. സിനിമയുടെ ടൈറ്റിൽ ട്രാക്ക് നാളെ പുറത്തു വരുന്നുണ്ട് കേട്ടോ, February 19. എപ്പോഴാണ് ടൈമൊന്നുമില്ല. ടൈമൊന്നുമില്ല. അക്ഷയ് കുമാർ, ടൈഗർ ഷ്രോഫ് ഇവരാണ് മെയിൻ കഥാപാത്രങ്ങൾ. വില്ലനായിട്ട് വരുന്നത് നമ്മുടെ പൃഥ്വിരാജ് സുകുമാർ. അടുത്ത ഒരു പ്രൊപ്പഗണ്ട സിനിമ അല്ലേ? ഞാൻ വിചാരിച്ചു നീ പറയാൻ കിഴി തുറന്നു വെച്ചിട്ട്. അല്ലല്ല, അതായത് ബഡാമിയാൻ ചോട്ടമിയാന്റെ കാര്യം പറഞ്ഞത്. അതായത് മലയാളി ടെററിസ്റ്റ്. അറിയാം. ഓക്കെ. അടുത്ത കിഴി STR 48. ഇതിന്റെ കാര്യമല്ല ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞു. അതെ, STR 48 സിനിമയിൽ 2 ക്യാരക്ടറാണ് നമ്മുടെ സിംബു ചെയ്യുന്നത്. അപ്പോൾ ഇതിലൊരു ക്യാരക്ടർ സ്ത്രൈണതുള്ള ഒരു ക്യാരക്ടറായിരിക്കും എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ അത് തെറ്റാണെന്നുള്ളത് ടീം പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സന്തോഷം. അത് നമുക്കതിൻ്റെ ആ ഒരു ഫസ്റ്റ് ലുക്ക് ഒരു പുറത്തിട്ടില്ലേ, അത് കണ്ടിട്ട് അങ്ങനെ തോന്നിയില്ലല്ലോ. എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നിയില്ല. എന്താണ് ഭ്രമയുഗം, ഏജ് ഓഫ് മാഡ്നസ്. എന്തെങ്കിലും ആയിട്ട് ഞാൻ ഹൈപ്പ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് തെറ്റിക്കുള്ളൂ. ഒരു സ്പെല്ലിംഗെങ്കിലും അതിനകത്ത് തെറ്റി പോവാണ്. ഏജ് ഓഫ് മാഡ്നസ് സിനിമയുടെ 3ാമത്തെ ദിവസത്തെ കളക്ഷൻ കേൾക്കണോടാ? കേൾക്കണം. 23 CR മുകളിലാണ് കേട്ടോ. അതായത് 3 ദിവസം കൊണ്ട്. അത് എത്രയും വരെ പോവാം? അതെ, 28 ഇച്ചിരി കൂടിപ്പോയില്ലേ? ഒരു 24 വരെയൊക്കെ നമുക്ക് കൂട്ടാം. 24 വരെയൊക്കെ കൂട്ടാം. ചില്ലറ നമ്മൾ ഒഴിവാക്കും. ഒറ്റ സംഖ്യയിൽ പിടിച്ചേക്കുന്നോണ്ടാ. ചില്ലറയൊക്കെ അവിടെ ഉണ്ട്. 23-നും 24-നും ഇടയിൽ 1 കോടിയൊക്കെ നമ്മളെ ചില്ലറ സിമ്പിൾ ആയിട്ട് ഒഴിവാക്കിട്ട് പോകും. എന്താണെങ്കിലും ഇന്ന് ഞായറാഴ്ചയാണ്. ഇന്നത്തെ ബുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവലാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്തായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നു. ഫസ്റ്റ് ഡേനേക്കാളും കളക്ഷൻ ഇന്നുണ്ടാവും അല്ലേ? ഉറപ്പായിട്ടും ഉണ്ടാവും. നോക്കൂ, കാരണം അത്രയ്ക്കും ബുക്കിംഗ് ആണ്. 2 സ്ക്രീനിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട്. അപ്പം ഒട്ടുമിക്ക സ്ഥലങ്ങളിലും അങ്ങനെ ആക്കിയിട്ടുണ്ട്. അതിന്റെ ഇടയ്ക്ക് കൂടി തുണ്ടായിട്ടും പേപ്പറൊക്കെ ആയിട്ട് വന്നിട്ട് പോവാണല്ലോ. സമയം കൊടുക്കണില്ല, അല്ല സമയം കൊടുക്കുന്നുണ്ട്. നിന്റെ നല്ല സമയമാണ്. എന്താടാ ലിയോ 2 നടക്കാത്ത കാര്യത്തെ കുറിച്ച് എന്ത് പറയാം? സിമ്പിൾ. നടക്കാത്ത കാര്യത്തെ കുറിച്ച് എന്ത് പറയാം? നമ്മൾ പറയണ്ട, ലോകേഷ് പറയുന്നുണ്ട്. പിന്നെ നമുക്കത് കേൾക്കണം. ഞാൻ ജീവൻ പറയാൻ പോവുകയാണെങ്കിൽ നമ്മൾ കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. எல்லாமே பாசிபிள் தானே. இல்ல எல்லாமே பாசிபிள் தானே. அதுக்கான நேர காலம் எல்லாம் அமையணும்ல. அவரோட ஆம்பிஷன் இன்னும் வேற எங்கேயோ இருக்கு. ஸோ அதுக்கு முதல்ல மிகப்பெரிய வாழ்த்துக்கள் அவரோட. இல்லைண்ணா, அது நம்ம இன்னொரு நாள் பேசுவோம். இதே இந்த காமிக் புக் ஈவெண்ட் அவங்களோட ஈவெண்ட் மட்டுமே பேசுவோம். நான் நியோட்டிக்கு எல்லா பாசிபிலிட்டி இருக்கு. அவர் எப்போ சொன்னாலும் போய் பண்ணலாம். சரி. ஆமாம், நான் எழுதிட்டு இருக்கேன். அது கொஞ்ச நாள் ஆகும். இன்னொரு 2-3 மாதம் கழிச்சு தான் ஷூட்டிங்கே போகும். பட் எழுதி முடிச்சது. അല്ല, ഇവർ 171 കുറിച്ച് പറഞ്ഞത് 3 മാസം കഴിഞ്ഞ് ഷൂട്ട്. അതെ, ഈ സാധനം ഉണ്ടല്ലോ, ഇതിൽ നിന്ന് വ്യക്തമല്ലേ ലിയോ 2 നടക്കൂലെന്ന്? മനസ്സിലാവുന്നില്ലേ? ഇത് നടക്കൂലെന്നല്ല ഞാനും പറഞ്ഞത്. ഇത് നടക്കൂലെന്നാണ് ആള് ലോകേഷ് പറഞ്ഞത്. സിമ്പിൾ ആയിട്ട് പറഞ്ഞു. അല്ലാതെ അത് ഉണ്ടാവില്ല എന്ന് പറയാൻ പറ്റില്ല. സാധ്യത വെച്ചിട്ടാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആളുടെ അംബീഷൻ തന്നെ വേറെയാണ്. പിന്നെ നമുക്ക് എന്താ പറയാ, ആളുടെ അംബീഷൻ വേറെ ലെവലിൽ പോയിക്കണം. ഇനി എപ്പോഴെങ്കിലും തിരിച്ച് ചെയ്താലോ എന്ന് ചോദിച്ചാൽ ഓക്കെ ചെയ്യും. അതിനെ കുറിച്ച് ഇപ്പൊ നിങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ടോ ചോദിച്ചില്ലേ?
ചർച്ച ചെയ്തിട്ടില്ല, അങ്ങനെ സാധനം ഇല്ല. അതെ, അത് എന്തിനു ചർച്ച ചെയ്യണം? ലിയോ 2 ഇല്ല, അത് കൺഫേം ആണ്. ഇല്ലേ പിന്നെ എന്തിനാണ് ഇത് കിഴി കൊണ്ട് നീ വന്ന് ഇല്ല എന്ന് പറയാൻ? അത് പറയാൻ വേണ്ടിട്ട് ലോകേഷ് പറഞ്ഞതിന്റെ അർത്ഥം ലിയോ 2 വരും എന്നുള്ള രീതിയിലാണ് പലയിടങ്ങളിലും ചർച്ച പോയിക്കൊണ്ടിരിക്കുന്നത്. ലിയോ 2 ഇല്ല എന്നുള്ളതാണ് ആള് പറഞ്ഞതായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്. നമുക്കിത് വെറുതെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു ലിയോ 2 ഇല്ലാന്ന്. നമ്മൾ പറഞ്ഞ വിശ്വസിക്കൂല. ഈ പറഞ്ഞതിന്റെ ചിലർക്കെങ്കിലും അത് ശരിയാണല്ലോ ഇത് പറഞ്ഞത് തോന്നണല്ലോ, അതിനത് കാണിക്കണല്ലോ. ഓക്കെ, അടുത്തത് ഓക്കെ വിളയാട്ടം. പിന്നെന്താ, ഭ്രമയൊക്കെ എടുത്തിട്ട് ഞങ്ങൾ തിളഞ്ഞു നിൽക്കുകയാണ്. ഖാലിദ് റഹ്മാൻ നെക്സ്റ്റ് മൂവി തല്ലുമാല. യെസ്, സിനിമ ഒരു ആക്ഷൻ കോമഡി മൂവി ആയിരിക്കുന്നതാണ്. അതായത് ഒരു ബോക്സിംഗ് ഇവന്റ് നടക്കുന്ന ആക്ഷനും സംഭവങ്ങളും ഒക്കെ ആട്ടോ. അതാണെങ്കിൽ സിനിമയിൽ ലുക്മാനും നസ്ലനും പ്രധാന റോളിലെത്തും എന്നാണ് കേൾക്കുന്നത്. പിന്നെ ജിംഷി ഖാലിദാണ് സിനിമയുടെ സിനിമാറ്റോഗ്രാഫി ചെയ്യുന്നത്. തൊണ്ടിന്റെ സിനിമാറ്റോഗ്രാഫർ ആള് തന്നെയായിരുന്നു അതിന്റെ പ്രൊഡക്ഷനിൽ ഒരു ഭാഗം. യെസ്, ആഷിഖ് ഉസ്മാനും അല്ലേ? യെസ്, വിഷ്ണു വിജയനാണ് സിനിമ മ്യൂസിക് ചെയ്യുന്നത് കേട്ടോ. RDXന് ശേഷം ഖാലിദ് റഹ്മാൻ. RDX ആണോ ഖാലിദ് റഹ്മാൻ ചെയ്തത്? പിന്നല്ലാണ്ട് വേറെ തല്ലുമാല, സോറി RDX അല്ല, തല്ലുമാല. ഇന്ന് നല്ല ദിവസമാണ്, കിളിവായിണ്ട് മൊത്തത്തിൽ പറഞ്ഞു. കാരണം നല്ല വെല്ലുവിളി. ആദ്യം തന്നെ ഒരു വെല്ലുവിളി അല്ല, അത് എന്റെ ഓവർ കോൺഫിഡൻസ്, ആത്മവിശ്വാസം എന്ന് പറയാം, അത് കുറച്ച് ഇച്ചിരി കൂടിപ്പോയി. അതിന് കിട്ടിയ തിരിച്ചടി ആയപ്പോ തിരിച്ചടി എന്ന് പറയാൻ മാത്രം ഒന്നും വന്നിട്ടൊന്നുമില്ല. എന്നാലും എന്താണ് അടുത്ത കൂടെ വായിച്ചു നോക്ക്. കിട്ടിയോ? കിട്ടി. ഇരുമ്പ് കൈ മായാവി. ഓക്കെ, ലോകേഷിന്റെ കരിയറിൽ തന്നെ ഏറ്റവും, അതായത് ആള് തന്നെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമയാണ്, ആളുടെ ഏറ്റവും ഡ്രീം പ്രൊജക്ട് ഇരുമ്പ് കൈ മായാവിയാണത്. അപ്പൊ അതിനെ കുറിച്ച് ആള് പറഞ്ഞപ്പോ വല്ലാത്തൊരു ഡ്രീം പ്രൊജക്റ്റ് ആയിപ്പോയി. അപ്പൊ അതിനെ കുറിച്ച് ആള് പറഞ്ഞിട്ടുണ്ട്, ഇരുമ്പ് കൈ മായാവി സംഭവിക്കും, പക്ഷെ ആള് ഇനി ചെയ്യാൻ പോകുന്ന 4 സിനിമകൾക്ക് ശേഷമായിരിക്കും ചെയ്യാം. ആള് ശരിക്കും ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത് 4 സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇരുമ്പ് കൈ മായാവി ചെയ്യണമെന്നായിരുന്നു. പക്ഷേ 6 സിനിമ കഴിഞ്ഞു. ഇനിയിപ്പോൾ ഒരു 4 സിനിമ കൂടി ചെയ്തിട്ട് ആള് അതിലേക്ക് കിടക്കുള്ളൂ. അപ്പൊ അത്രത്തോളം എക്സ്പീരിയൻസും ആവും, പിന്നെ സമയം എടുത്ത് ചെയ്യേണ്ട ഒരു സിനിമയാണത്. അപ്പൊ ആളുടെ ഡ്രീം കൂടി അല്ലേ. അപ്പോൾ ഒറ്റ കിഴി കൊണ്ട് ലാസ്റ്റ് വന്നിട്ട് എന്റെ കിഴി ജീവിതത്തിലെ ഡ്രീം തന്നെ ഇല്ലാണ്ടാക്കിപ്പോയി. രണ്ടാമത്തേലൊന്നും ഞാൻ ടർബോ എന്തേ മോശമാണോ? ബഡേ മിയാൻ ചോട്ടെ മിയാൻ എന്തേ മോശമാണോ? ഭ്രമയുഗം എന്തേ മോശമാണോ? അമരൻ മോശമാണോ? പറയും മോശമാണോ? മലയക്കോട്ടെ വാലിബൻ. ഞാൻ ലിസ്റ്റ് നിരത്തുന്നില്ല. അല്ല, തോറ്റ സ്ഥിതിക്ക് ഞാനാണുള്ളത് നിരത്തിയിട്ട് എന്റെ വിജയം ഏകദേശം ഇല്ല തരൂ. എവിടം വരെ എത്തി എന്നുള്ളത് ഞാൻ കാണിക്കണമല്ലോ. അങ്ങനെ അമ്പയെ പരാജയപ്പെട്ടു പോയിട്ടില്ല എന്നുള്ളത് കാര്യം ചൂണ്ടിക്കാണിച്ചു തന്നാണ്. എടുത്തരില്ല. നമുക്കറിയാലോ, എനിക്കത് ഒട്ടും താല്പര്യമില്ലാത്ത സംഭവം. വേണമെങ്കിൽ എടുത്തോണ്ട് പോയിക്കോ. അവ വേണ്ട. ഇനി അങ്ങനെയൊക്കെ പറയണല്ലോ. അങ്ങോട്ട് പറഞ്ഞപ്പോ എന്തായാലും ജയിച്ചു. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്നെ മാത്രം സപ്പോർട്ട് ചെയ്യുക. ഇത് വേറെ രീതിയിലായി പോയല്ലോ. വാർത്തയൊക്കെ വായിക്കാം. വേറെ ആളല്ലേ ഇത് പറയുന്നത്. കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. ഇത് ഡെയിലി നമുക്ക് പിടിക്കാം. ബൈ ബൈ.